ഒരു നിമിഷം നിൽക്കൂ. ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നപ്പോൾ മനസ്സിൽ ഒരു വിചിത്രമായ ഭാരം അനുഭവപ്പെട്ടിരുന്നോ? എന്തോ ഒരു അസ്വസ്ഥത, കാരണമൊന്നും പറയാൻ കഴിയാത്ത ഒരു ആന്തൽ. ആ തോന്നൽ വെറുതെ ഉണ്ടായതല്ല. കർക്കിടകം രാശിക്കാരെ, ആ ഭാരത്തിന് ഒരു പേരുണ്ട്. ആ അസ്വസ്ഥതയ്ക്ക് ഒരു കാരണമുണ്ട്. ആകാശത്ത് ഇന്ന് ഗ്രഹങ്ങൾ ചലിക്കുന്ന ഭാഷ നിങ്ങളുടെ ജീവിതത്തോട് നേരിട്ട് സംസാരിക്കുകയാണ്. ആ ഭാഷ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കിത്തരാം. കർക്കിടകം, ചന്ദ്രന്റെ സ്വന്തം രാശി. ജലതത്വം നിറഞ്ഞ വൈകാരികതയുടെ ആഴ്ക്കടൽ. ഈ രാശിയിൽ ജനിച്ചവർ ഉള്ളിൽ ഒരു കടൽ ഒളിപ്പിച്ചുവെക്കുന്നവരാണ്. ആ കടൽ ചിലപ്പോൾ ശാന്തമാകും, ചിലപ്പോൾ ആർത്തിരമ്പും. ഇന്ന് ആ കടലിൽ ഒരു കൊടുങ്കാറ്റ് ഉണരുകയാണ്. ഈ കൊടുങ്കാറ്റ് നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്നതല്ല. ഇത് നിങ്ങളെ പുതുക്കിപ്പണിയാൻ വേണ്ടി വരുന്ന ഒരു ദൈവീകമായ ഇടപെടലാണ്. ഇന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരേ സമയം സന്തോഷവും ആശങ്കയും ഒഴുകിവരും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ഇതാണ് ഇന്നത്തെ ഗ്രഹനിലയുടെ യഥാർത്ഥ ചിത്രം. ഒരേ ദിവസം ഒരു വീട്ടിൽ ചിരിയും കണ്ണീരും ഒരുമിച്ചു വരുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആകസ്മികമല്ല. അത് ബ്രഹ്മാണ്ഡം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് തിരിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഈ ദിവസം, ഈ ഒരൊറ്റ ദിവസം, ചില തീരുമാനങ്ങൾ, ചില വാക്കുകൾ, ചില മൗനങ്ങൾ, ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളവയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്നത്. ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഇതിൽ ഓരോ വചനവും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഗ്രഹങ്ങൾ എഴുതിയ ഒരു സന്ദേശമാണ്. ആ സന്ദേശം മുഴുവൻ കേൾക്കൂ. ജീവിതം ഒരു പുതിയ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. കർക്കിടകം രാശിക്കാരെ, ഇന്ന് ഈ നിമിഷം നിങ്ങളോടൊപ്പം ദൈവമുണ്ട്. ആ ദൈവീക സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസത്തിന്റെ ഓരോ നിമിഷവും ഒരു ദൈവദത്തമായ അവസരമാണ്. ആ അവസരം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ് ഇനി ബാക്കി. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ പേര് കമന്റ് ബോക്സിൽ എഴുതൂ. ആ ഒരൊറ്റ പ്രവൃത്തി, ആ ഒരൊറ്റ വിശ്വാസപ്രകടനം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീക കവചം തീർക്കും. ഗണപതിയെന്ന് എഴുതൂ, ശ്രീകൃഷ്ണൻ എന്ന് എഴുതൂ, ദേവിയെന്ന് എഴുതൂ, ശിവനെന്ന് എഴുതൂ. ഏതായാലും ശരി, ആ ദൈവനാമം ഈ കമന്റ് ബോക്സിൽ ഉതിർക്കപ്പെടുന്ന നിമിഷം ആ ശക്തി നിങ്ങൾക്ക് ചുറ്റും ഒരു വലയമായി നിലകൊള്ളും. ഈ ഫലം നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ. ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കൂ. ഒരുപക്ഷേ ഇന്ന് ഈ വാക്കുകൾ ആരെങ്കിലും ഒരാൾക്ക് ഒരു ദൈവികമായ ആശ്വാസമായേക്കാം. ആ ഒരൊറ്റ കാരണം മതി ഇത് പങ്കുവെക്കാൻ. ഇനി ഒരു കാര്യം കൂടി. നിങ്ങളുടെ ജന്മനക്ഷത്രം, ജന്മതീയതി, ജന്മസമയം ഇവ ആനമാക്കിയുള്ള വ്യക്തിഗതമായ ജാതകവിചിന്തനം, ദോഷപരിഹാരം, ദശാഫലം, ഇഷ്ടകൂടൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വിവരങ്ങൾ കമന്റ് ബോക്സിൽ ലഭ്യമാണ്. ജോലി, ജീവിതം, വിവാഹം, ഭാവി, ഇവയിൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കിവെച്ച ഉത്തരങ്ങൾ ഗ്രഹങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആ ഉത്തരങ്ങൾ തേടൂ. ഈ ജന്മം ജ്ഞാനത്തോടെ, ദൈവകൃപയോടെ, ആത്മബോധത്തോടെ ജീവിക്കൂ. ഇനി നാം ഗ്രഹങ്ങളിലേക്ക് കടക്കുകയാണ്. കർക്കിടകം രാശിയിൽ ഇന്ന് ഗ്രഹങ്ങൾ ഒരുക്കിവെച്ചിരിക്കുന്ന ഊർജം, അത് ശരിക്കും അത്ഭുതകരമാണ്. ഒരേ സമയം ഭയം ജനിപ്പിക്കുന്നതും ഒരേ സമയം ആശ്വസിപ്പിക്കുന്നതും ആയ ഒരു ഊർജം. ആദ്യം ഗുരുവിന്റെ കഥ പറയാം. ഗുരു ഭഗവാൻ, ദേവഗുരു ബൃഹസ്പതി ഇപ്പോൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഗുരു ഒരു ഭാഗ്യദേവതയല്ല, ഗുരു ഒരു കർമ്മദേവതയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത നന്മകൾ, ചൊരിഞ്ഞ കണ്ണീർ, സഹിച്ചുനിന്ന ദുഃഖങ്ങൾ, പ്രാർത്ഥനകൾ, ഇവ ഒക്കെ ഗുരുവിന്റെ ഖജനാവിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ ഖജനാവ് ഒരൽപ്പം തുറക്കപ്പെടുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ കർക്കിടകം രാശിയിലെ 9ാം ഭാവത്തെ, ഭാഗ്യസ്ഥാനത്തെ, ഒരു പ്രത്യേക ഊർജത്തോടെ നോക്കുകയാണ്. 9ാം ഭാവം, അത് കേവലം ഭാഗ്യത്തിന്റെ ഭവനം മാത്രമല്ല, അത് ധർമ്മത്തിന്റെ ഭവനമാണ്, ഗുരുകൃപയുടെ ഭവനമാണ്. ആ ഭവനത്തിലേക്ക് ഗുരു ഒരു പ്രകാശം അയക്കുകയാണ് ഇന്ന്. ആ പ്രകാശം ചെന്നു പതിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. മനഃശാന്തമാക്കൂ, ആ പ്രകാശം സ്വീകരിക്കൂ. ഗുരുവിന്റെ ഈ ദൃഷ്ടി കർക്കിടകം രാശിക്കാർക്ക് ഒരു ധർമ്മ ഉണർവ് നൽകുകയാണ്. ചിലർക്ക് ഇത് ആത്മീയ ചിന്തകളായി വരും. ക്ഷേത്ര ദർശനത്തിൽ ഒരു പ്രത്യേക ഭക്തി അനുഭവപ്പെടും. ദൈവം നേരിട്ട് സംസാരിക്കുന്നതുപോലെ തോന്നും. ചിലർക്ക് ഇത് ഒരു ഗുരുതുല്യനായ ആളുടെ കൂടിക്കാഴ്ചയായി വരും. ആ കൂടിക്കാഴ്ച, ആ ഒറ്റ സംഭാഷണം ജീവിതത്തെ മാറ്റിമറിക്കും. എന്നാൽ ഗുരുവിന്റെ ഈ അനുഗ്രഹം ഒരു ഉപാധിയോടെ വരുന്നതാണ്. ആ ഉപാധി, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകണം, അഹന്ത ഒഴിവാകണം, ക്ഷമ ഒരു ദൈവദത്ത ആഭരണമായി ധരിക്കണം. ഇന്ന് ഒരാൾ നിങ്ങളെ ദ്രോഹിക്കുന്നുവെങ്കിൽ ആ ദ്രോഹത്തോട് ക്ഷമയോടെ പ്രതികരിക്കൂ. ഗുരു ആ ക്ഷണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരൊറ്റ പ്രതികരണം ഗുരുകൃപ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആ ഒരൊറ്റ നിമിഷമാകും. ഇനി ശനി ഭഗവാൻ. കർക്കിടകം രാശിക്കാരെ ഇന്ന് ഏറ്റവും ആഴത്തിൽ ബാധിക്കുന്ന ഗ്രഹം ശനിയാണ്. ശനി ഒരു ശിക്ഷകനല്ല. ഇക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കൂ.
ശനി ഒരു ശില്പിയാണ്. ഒരു ജീവിതത്തെ കൊത്തിയൊരുക്കുന്ന ദൈവദത്ത ശില്പി. ശനിയുടെ ഉളി ഏൽക്കുമ്പോൾ വേദന ഉണ്ടാകും. ആ വേദനയ്ക്കിടയിൽ ഒരു ആകൃതി ഉണ്ടാകുന്നുണ്ട്. ഒരു ദൈവികമായ ആകൃതി. ഇന്ന് ശനി കർക്കിടകം രാശിയുടെ ആടം ഭാവത്തിൽ നിൽക്കുകയാണ്. ആടം ഭാവം. ഇത് കേൾക്കുമ്പോൾ ചില ഹൃദയങ്ങൾ ഒന്ന് ഭയന്നേക്കാം. ഉദ്യോഗഭ്രംശം, ആരോഗ്യ ആശങ്ക, ഗൃഹജീവിതത്തിൽ മർദ്ദം. ഇങ്ങനെ ചിലരുടെ ചിന്ത ഓടിയേക്കാം. പക്ഷേ ആടംഭാവത്തിലെ ശനി ഒരു ദ്വന്ദ്വ ഫലം തരുന്നവനാണ്. ഒരു ഭാഗത്ത് കഠിനമായ പരീക്ഷ, മറ്റൊരു ഭാഗത്ത് ആഴമേറിയ ആത്മജ്ഞാനം. ഈ ജ്ഞാനം ലഭിക്കുന്നത് ആ പരീക്ഷ കടന്നുപോകുമ്പോൾ മാത്രമാണ്. ഇന്ന് ശനി ഭഗവാൻ കർക്കിടകം രാശിക്കാരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. നിനക്ക് ഇനിയും ഏത് ബന്ധനം ഉപേക്ഷിക്കാനുണ്ട്? ഏത് ഭയം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്? ഈ ചോദ്യം ഉള്ളിൽ കൊണ്ടു നടക്കൂ. ഉത്തരം ഇന്ന് ലഭിക്കും. ആ ഉത്തരം ഒരു ദൈവദർശനം പോലെ വ്യക്തമായിരിക്കും. ശനിയുടെ ഈ സ്ഥാനം കർക്കിടകം രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ ഒരു തരം ആകർഷണ ഊർജം ഉണ്ടാക്കുകയാണ്. ഉള്ളിൽ ഒരു ടെൻഷൻ, ഒരു കാര്യം ഒഴിവാക്കണമെന്ന ആഗ്രഹം, ഒരു ബന്ധം ഒന്ന് ഉലഞ്ഞ പോലെ തോന്നൽ. ഇത് ശനിയുടെ ഉളി ജോലി ചെയ്യുന്നതിന്റെ ലക്ഷണമാണ്. ഭയപ്പെടേണ്ട. ഇളകുന്ന ഒരു ബന്ധം, ഉലയുന്ന ഒരു ബന്ധം അർത്ഥശൂന്യമാണ് എന്ന് ശനി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആ ബന്ധം ഉപേക്ഷിക്കൂ. ആ ഭാരം ഇറക്കിവെക്കൂ. ഇനിയുള്ള ജീവിതം ഹൃദ്യമായ ബന്ധങ്ങളോടൊപ്പം ജീവിക്കൂ. ശനി ഒരു കാര്യം കൂടി ഈ ദിവസം സ്പഷ്ടമാക്കുകയാണ്. ആ ഒരു കാര്യം, ആരോഗ്യത്തിൽ ശ്രദ്ധ ഇന്ന് അനിവാര്യമാണ്. ചില പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് ഓർമ്മയിലേക്ക് വരും. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ ദൈവം ആരോഗ്യ ശ്രദ്ധ ഒരു ദൈവ ആരാധന കൂടിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി രാഹുകേതുക്കളിലേക്ക് കടക്കുകയാണ്. ഈ ഛായാഗ്രഹങ്ങൾ, ഇവ കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഊർജം നൽകുകയാണ്. രാഹു ഇപ്പോൾ 9ാം ഭാവത്തിൽ, ഭാഗ്യസ്ഥാനത്ത് ഒരു രഹസ്യ ഊർജം നിക്ഷേപിക്കുകയാണ്. ഈ ഊർജം ഇരുതലമൂർച്ചയുള്ള ഒരു ആയുധം പോലെയാണ്. ഒരു ഭാഗം ഭൗതിക ഉയർച്ചയ്ക്കുള്ള അദൃശ്യ കൈ, മറ്റൊരു ഭാഗം മണിക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഭ്രമം. രാഹുവിന്റെ 9ൽ നിൽക്കൽ ഒരു കാര്യം ഉറപ്പു പറയുന്നുണ്ട്. ഇന്ന് ഒരു അപ്രതീക്ഷിത വഴി തുറക്കപ്പെടും. ഒരു പ്രതീക്ഷിക്കാത്ത സഹായം, ഒരു അദൃശ്യ ഊർജം. ഇത് ഒരു ഫോൺ വിളിയായി വരാം, ഒരു കത്തായി വരാം, ഒരു സ്വപ്നത്തിന്റെ ഓർമ്മയായി വരാം. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം ശ്രദ്ധിക്കൂ. ആ നിമിഷം ഒഴിഞ്ഞു മാറരുത്. കേതു ഇപ്പോൾ 3ാം ഭാവത്തിൽ, പരാക്രമസ്ഥാനത്ത് ഒരു ആത്മീയ ആഴം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3ാം ഭാവം ധൈര്യത്തിന്റേതും സഹോദരബന്ധത്തിന്റേതും ചുറ്റുപാടിന്റേതും ആണ്. ഇവിടെ കേതുവിന്റെ സ്ഥാനം ഒരു ഗൂഢജ്ഞാനം തരികയാണ്. ചുറ്റുപാടിലുള്ള ആളുകൾ ആരൊക്കെ ആത്മാർത്ഥരാണ്, ആരൊക്കെ ആത്മാർത്ഥരല്ല. ഇത് ഇന്ന് ഒരു ദൈവദത്ത ഉൾക്കണ്ണു കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കേതുവിന്റെ ഈ സ്ഥാനം സഹോദര ബന്ധങ്ങളിൽ ഒരു ചെറിയ ഉലച്ചിൽ ഉണ്ടാക്കിയേക്കാം. ഒരു ചെറിയ തർക്കം, ഒരു ചെറിയ അഭിപ്രായ ഭേദം. ഇത് വലിയൊരു പ്രശ്നമായി കാണേണ്ട. ഇത് ആ ബന്ധം ഒന്ന് പുതുക്കിപ്പണിയാനുള്ള ദൈവദത്ത അവസരമാണ്. ആ ബന്ധം ഇന്ന് ഒന്ന് ആഴമാകണം. ആ ആഴം ജീവിതകാലം മുഴുവൻ ഒരു ആശ്വാസ നീരുറവയായി ഒഴുകും. ഈ 3 ഗ്രഹ ഊർജങ്ങൾ, ഗുരു, ശനി, രാഹുകേതു, ഇവ ഒരുമിച്ച് ഒരു കർമ്മ വ്യൂഹം ഒരുക്കുകയാണ്. ഈ വ്യൂഹം ഒരു ഭൂതകാല ജന്മത്തിന്റെ ബാക്കിപത്രം തീർക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഓരോ സംഭവവും ഒരു കർമ്മ ഫലമാണ്. ആ ഓരോ സംഭവത്തിൽ ഒരു ദൈവ സന്ദേശം ഒളി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂ. കർക്കിടകക്കാരെ, ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മനസ്സിലായല്ലോ. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഒരു കർമ്മശുദ്ധിയുടെ വഴിയുണ്ട്. ആ വഴി ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം. ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഇത് വെറും ജ്യോതിഷ ഉപദേശം മാത്രമല്ല. ഇത് നിങ്ങളുടെ ആത്മാവിലേക്ക് എത്തേണ്ട ഒരു സന്ദേശമാണ്. കർക്കിടകം ചന്ദ്രന്റെ രാശിയാണ്. ചന്ദ്രൻ എന്നാൽ മനസ്സ്, വികാരം, കുടുംബബന്ധം, അമ്മ, ഇവ ഒക്കെയാണ്. നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ, ഒതുക്കിവെച്ച കണ്ണീർ, ആരോടും പറയാതിരുന്ന ഭാരം, ഇവ ഒക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജ മേഖലയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊർജ്ജത്തെ ശുദ്ധമാക്കണം. ആ കർമ്മബന്ധനങ്ങളെ അഴിക്കണം. അതിനുള്ള ചില ലളിതവും ആഴമേറിയതുമായ മാർഗങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത്, ജലത്തിന്റെ ശക്തി. കർക്കിടകം ഒരു ജലരാശിയാണ്. ജലം നിങ്ങളുടെ ആത്മീയ ഊർജവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ഒരു ചെറിയ ഗ്ലാസ് ജലം കയ്യിൽ എടുത്ത് ഒരു നിമിഷം കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ആ ജലം ഒരു പ്രാർത്ഥനയോടെ കുടിക്കൂ. ഇത് ചെറിയ കാര്യം പോലെ തോന്നിയേക്കാം, പക്ഷേ ഇതിന്റെ ആഴം അളക്കാൻ ആകില്ല. ഈ ഒറ്റ ശീലം നിങ്ങളുടെ മനോബലത്തെ മാറ്റിമറിക്കും. ദിനചര്യയുടെ ആദ്യ ശ്വാസം ഈശ്വരനോടൊപ്പം തുടങ്ങുമ്പോൾ ആ ദിവസം ഒരു ദൈവീക കവചത്തിൽ പൊതിഞ്ഞ ദിവസമായി മാറും. രണ്ടാമത്തേത്, ചന്ദ്രൻ ഭക്ഷണം നൽകൂ. ഇത് അക്ഷരാർത്ഥത്തിൽ അല്ല. ചന്ദ്രനെ ശക്തിപ്പെടുത്തുന്ന ഒരു ആചാരമുണ്ട്. തിങ്കളാഴ്ച ദിവസം ഒരു ചെറിയ വെള്ളപ്പൂ, ജാതിക്ക, മുല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ ഏതെങ്കിലും വെള്ളപ്പൂ, ഒരു ചെറിയ ജലപാത്രത്തിൽ ഇട്ടുവെക്കൂ. ആ ജലം ഒരു സസ്യത്തിന് ഒഴിക്കൂ. ഇത് ചന്ദ്രനുള്ള ഒരു ബലിയർപ്പണമാണ്. നിങ്ങളുടെ മനസ്സിന്റെ അസ്ഥിരതകൾ ക്രമേണ കുറഞ്ഞുവരും.
ഭയം മാഞ്ഞു തുടങ്ങും. ഒരു ശാന്തതയുടെ തിരമാല നിങ്ങളെ വന്നു തഴുകും. മൂന്നാമത്തേത് ക്ഷേത്രദർശനം. ശനി, രാഹു ഇവരുടെ സ്വാധീനം ഇപ്പോൾ ശക്തമാണ്. ഈ ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മഭാരം ലഘൂകരിക്കാൻ ശനി ഭഗവാനെ ആരാധിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശനിദേവ ക്ഷേത്രത്തിൽ പോകൂ. പോകാൻ ആകുന്നില്ലെങ്കിൽ ശനിദേവനെ ഗൃഹത്തിൽ ഇരുന്ന് ഭക്തിയോടെ ധ്യാനിക്കൂ. എള്ള് വിളക്കിൽ ഇടൂ. ഒരു ഇരുണ്ട നിറമുള്ള പൂ, നീലം അല്ലെങ്കിൽ കടും ചുവപ്പ്, ഭഗവാനു നൽകൂ. ശനിദേവൻ കടുത്ത ഗ്രഹമാണ്, പക്ഷേ ഭക്തർക്ക് അദ്ദേഹം ഒരു പ്രതിരോധ കവചമാണ്. ആ ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കട്ടെ. നാലാമത്തേത് ക്ഷമ. ഇത് ഒരു ആത്മീയ ഉപദേശമാണ്, ഒരു വൈകാരിക ചികിത്സയും. ഈ ഘട്ടത്തിൽ ചിലർ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കും, ചിലർ തെറ്റിദ്ധരിച്ചിരിക്കും, ചില ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കും. ആ ഓരോ മനസ്സിനോടും ഉള്ളിൽ ക്ഷമ ചൊല്ലൂ. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഈശ്വരൻ എല്ലാം ശരിയാക്കട്ടെ എന്ന് ഒരിക്കൽ ഉള്ളിൽ പറഞ്ഞു നോക്കൂ. ആ ക്ഷണം ഭാരം ഇറങ്ങുന്നതു നിങ്ങൾ അനുഭവിക്കും. ക്ഷമ ദുർബലതയല്ല, ക്ഷമ ഒരു ആത്മബലമാണ്. ഏറ്റവും ശക്തരായ ആത്മാക്കൾ മാത്രമേ യഥാർത്ഥ ക്ഷമ കാണിക്കൂ. കർക്കിടകക്കാർ ആ ശക്തരാണ്. അഞ്ചാമത്തേത് ദാനം. ഈ ഘട്ടത്തിൽ ചെറിയൊരു ദാനം, ഒരു ആഹാരം, ഒരു വസ്ത്രം, ഒരു ചെറിയ സഹായം ആർക്കെങ്കിലും നൽകൂ. ദാനം ഒരു കർമ്മ ശുദ്ധീകരണ ക്രിയയാണ്. കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം അദൃശ്യമാണ്, പക്ഷേ അതിശക്തമാണ്. ഗ്രഹദോഷങ്ങൾ ദാനത്തിലൂടെ ഒഴുകിപ്പോകും. ഈ ഒരു ആചാരം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിശ തന്നെ മാറ്റും. ആറാമത്തേത് ഉറക്കത്തിന്റെ ശ്രദ്ധ. ഇത് ആരും ചിന്തിക്കാത്ത ഒരു ആത്മീയ ഉപദേശമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ ദൈവനാമം ഉരുക്കഴിക്കൂ. ഉള്ളം കൈകൂട്ടി ഒരു ദീർഘശ്വാസം എടുത്ത് ഈശ്വരാ, ഇന്നത്തെ ദിവസം നിനക്ക് സമർപ്പിക്കുന്നു എന്ന് ഒരിക്കൽ ഉള്ളിൽ പറഞ്ഞു ഉറങ്ങൂ. ആ ഉറക്കം ഒരു ദൈവീക ഉറക്കമാകും. ആ ഉണർച്ച ഒരു നവ ഊർജത്തോടെ ആകും. ഈ ഒരൊറ്റ ശീലം ജ്യോതിഷദോഷങ്ങളിൽ നിന്ന് ഒരു അദൃശ്യ കവചം നിർമ്മിക്കും. ഏഴാമത്തേത് ഗോസേവ്. ഗ്രഹദോഷ ശാന്തിക്ക് ഏറ്റവും ശക്തമായ ഉപായം ഗോസേവയാണ്. ഒരു ദിവസം ഒരു ഗോക്കിന് പച്ചക്കറി നൽകൂ. ഗോക്ഷേത്രം അല്ലെങ്കിൽ ഒരു ഗോ ആശ്രമം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ദർശനം നടത്തൂ. ഗോദേവി ചന്ദ്രദേവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ചന്ദ്രദോഷം ശമിക്കും. കർക്കിടകക്കാർക്ക് ഈ ഉപായം ഒരു അദ്ഭുതം പോലെ പ്രവർത്തിക്കും. ഈ ഉപായങ്ങൾ ഒന്നും ഭാരിച്ചതല്ല, ഒന്നും ദൂരെ ഉള്ളതല്ല. ഇവ ലളിതമാണ്, ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നവ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം. ആരംഭിക്കൂ, ഇന്ന് തന്നെ. ഒന്നെങ്കിലും ഒന്ന് തുടങ്ങൂ. ആ ആദ്യ ചുവടോടെ ഈശ്വരൻ ബാക്കി ഏറ്റെടുക്കും. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ന് ഗ്രഹനിലക്ക് ഒരു സവിശേഷ ചലനം ഉണ്ട്. ആ ചലനം കർക്കിടകക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക ജീവിതം ഇവയിൽ ഒരു വ്യക്തമായ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. ആ ചലനം ഏതു ദിശയിലേക്ക് എന്ന് ഒന്നൊന്നായി പറഞ്ഞുതരാം. തൊഴിൽ മേഖലയിൽ ഇന്ന് ഒരു പ്രത്യേക ഊർജം ഉണ്ട്, പക്ഷേ അത് ഒരു ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഊർജമാണ്, പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഊർജം. ഇന്ന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് ആരോടും ഒരു അനാവശ്യ വാദം ഉണ്ടാക്കരുത്. ചിലർ ഇന്ന് നിങ്ങളെ ഉദ്ദേശിച്ചോ ഉദ്ദേശിക്കാതെയോ ഒരു ചെറിയ തർക്കത്തിലേക്ക് ക്ഷണിക്കും. ആ ക്ഷണം സ്വീകരിക്കരുത്. നിങ്ങൾ ഇന്ന് ഒരു ജ്ഞാനിയുടെ നിശബ്ദത കൈക്കൊള്ളണം. മൗനം ഒരു ആഭരണമാണ്. ഇന്ന് ആ ആഭരണം ധരിക്കൂ. ഇന്ന് ജോലിസ്ഥലത്ത് ഒരു പ്രത്യേക ചർച്ചയോ ഒരു തീരുമാനമോ ഉണ്ടാകാം. ആ ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായം ആരോ ചോദിക്കും. ആ ഘട്ടത്തിൽ ശ്രദ്ധയോടെ അളന്നു മുറിച്ച വാക്കുകൾ ഉപയോഗിക്കൂ. ഇന്ന് ഉചിതമായ ഇടത്ത് ഉചിതമായ കാര്യം പറഞ്ഞാൽ ഒരു ദീർഘകാല പ്രശ്നം ഇന്ന് ഒരൊറ്റ ദിനം കൊണ്ട് പരിഹൃതമാകും. ആ സാധ്യത ഇന്നുണ്ട്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇനി 7 ദിവസത്തേക്ക് നോക്കാം. ഈ 7 ദിവസങ്ങൾ കർക്കിടകക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ആദ്യ 3 ദിവസം ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. ജോലിയിൽ 1-2 കാര്യം ഉടൻ ചെയ്യണം, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും എന്ന ഒരു ഒതുക്കിയ സമ്മർദ്ദം അനുഭവിക്കും. ഇത് ഗ്രഹസ്വാധീനം മൂലമാണ്. ഈ ദിവസങ്ങളിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങരുത്. ഒരു കടലാസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി ക്രമത്തിൽ ചെയ്യൂ. ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ. ആ ക്രമം നിങ്ങൾക്ക് ശക്തി തരും. 4-ാം ദിവസം ഒരു ചെറിയ ഉടവ്, ഒരു വാർത്ത, ഒരു സംഭവം, ഒരു ആശ്ചര്യം ഉണ്ടാകും. ഇത് ജോലിയുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ടിരിക്കും. ഈ ദിവസം ഒരു ഇടപാടോ കരാറോ ഒപ്പിടേണ്ടതായി വന്നാൽ ഒന്ന് ആലോചിക്കൂ. ആദ്യ ഒരു ദിവസം ഒന്ന് ആലോചിക്കൂ. ആ ദിവസം ഒരൊറ്റ ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം ഒപ്പിടൂ. ആ ജ്ഞാനം ഒരു വലിയ ദൗർഭാഗ്യം ഒഴിവാക്കും. 5-6-ാം ദിവസം ഒരു ചെറിയ ആശ്വാസം ആരംഭിക്കും. ഒരു ദൂരെ ഉള്ള ഒരു അറിയപ്പെടുന്ന ആൾ, ഒരു ജ്യേഷ്ഠൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു ബന്ധു, ഇവരിൽ ആരെങ്കിലും ഒരു ചെറിയ അനുകൂലമായ വാക്ക് പറഞ്ഞേക്കും. ഒരു ശുപാർശ, ഒരു സഹകരണ വാഗ്ദാനം, ഒരു പ്രോത്സാഹന സന്ദേശം. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഈ ദിവസങ്ങളിൽ ലഭിക്കും. ആ വഴി ഉപയോഗിക്കൂ. ആ സഹകരണം ഒരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്കം ആകും.
7-ാം ദിവസം ഒരു ചെറിയ ജ്വലനം ഉണ്ടാകും. ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം, ഒരു ആദ്യ ആശ ഒക്കെ ഈ ദിവസം വ്യക്തമാകും. ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഒരു ശബ്ദം ഈ ദിവസം കേൾക്കും. ആ ശബ്ദം ശ്രദ്ധിക്കൂ. ആ ആദ്യ ആശ ഒരു ദൈവിക സൂചനയാണ്. ആ ദിശ ശരിയാണ്. ഇനി 14 ദിവസത്തേക്ക്. ഈ 14 ദിവസം കർക്കിടകക്കാർക്ക് ഒരു ഗ്രഹ ഊർജ്ജ പ്രവാഹം ഉണ്ട്. ഈ ഘട്ടത്തിൽ ഗുരു ഭഗവാൻ ഒരു ദൃഢദൃഷ്ടി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ദൃഷ്ടിയുടെ ഫലം ഒരു ദൈർഘ്യമേറിയ ഭൗതിക ഉയർച്ചയ്ക്കുള്ള ഒരു തുടക്ക ബീജം പോകുന്നു. ഈ 14 ദിവസം ഒരു കാര്യം ഉറപ്പു ചെയ്യൂ. ഒരു നല്ല ബന്ധം, ഒരു നല്ല ആൾ, ഒരു നല്ല അവസരം ഈ 14 ദിവസം നിങ്ങൾക്ക് ലഭ്യമാകും. ആ ബന്ധം, ആ ആൾ, ആ അവസരം, ഇവ ഒഴിവാക്കരുത്. ഇവ ദൈവം നൽകുന്ന ഒരു നിർദ്ദേശമാണ്. ബിസിനസ് ചെയ്യുന്ന കർക്കിടകക്കാർ, ഈ 14 ദിവസം ഒരു ചെറിയ ഒഴുക്കറ്റ അനുഭവം ഉണ്ടാകും. ഒരു ഉപഭോക്താവ് മടങ്ങിപ്പോകും, ഒരു ഇടപാട് വൈകും, ഒരു ഓർഡർ ഒരൽപ്പം സമ്മർദ്ദം ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ഘട്ടം മാത്രം. ഈ ഘട്ടം കടന്നുപോകും. ഈ 14 ദിവസത്തിനു ശേഷം ഒരു ചെറിയ ഉണർവ് ആരംഭിക്കും. ആ ഉണർവ് ക്ഷമയോടെ കാത്തിരിക്കൂ. ഒരു ഉടൻ തീരുമാനം, ഒരു ഒഴുക്കിൽ ചെയ്ത കരാർ, ഒരു അതിരു കടന്ന ആഗ്രഹം, ഇവ ഈ ഘട്ടത്തിൽ ഒഴിവാക്കൂ. സാമ്പത്തിക കാര്യങ്ങൾ. ഇന്ന് ഒരു ചെലവ് അനിവാര്യമായേക്കും. ഒരു ആരോഗ്യ ചെലവ്, ഒരു ഗൃഹ ആവശ്യകത, ഒരു അടിയന്തര ഇടപാട്. ഇങ്ങനെ ഒരു ചെലവ് ഇന്നലെ ഉണ്ടായോ, ഇന്ന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരു ഗ്രഹ ഊർജ്ജ ഒഴുക്കാണ്. ആ പണം നഷ്ടമല്ല. ആ പണം ഒരു കർമ്മദാനമാണ്. ആ ദാനം ഭാവിയിൽ ഇരട്ടിയായി തിരിച്ചുവരും. ഇനി 7 ദിവസം ഒരു ചെലവ് കൂടാൻ ഇടയുണ്ട്. അത് ഒരു ആരോഗ്യ ചെലവ് ആകും. ആ ചെലവ് ഒഴിവാക്കരുത്. ആരോഗ്യത്തിനായി ചെലവഴിക്കുന്ന ഓരോ രൂപയും ഒരു ദൈർഘ്യകാല നേട്ടമാണ്. ഈ ദിവസങ്ങളിൽ ഒരു ഇരുട്ടിൽ ഒരു നിക്ഷേപം, ഒരു ദൂരത്ത് ഒരു ബിസിനസ് ഇടപാട്, ഒരു പ്രലോഭനം. പ്രണയത്തിന്റെ കാര്യത്തിൽ ഇന്ന് കർക്കിടകക്കാർക്ക് വളരെ സൂക്ഷ്മതയോടെ ഇടപെടേണ്ട ഒരു ദിവസമാണ്. ചന്ദ്രന്റെ സ്ഥാനം ഇന്ന് വൈകാരിക തലത്തിൽ ഒരു പ്രത്യേകതരം തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഒളിപ്പിച്ചുവെച്ചിരുന്ന പലതും ഇന്ന് പുറത്തുവരാൻ ശ്രമിക്കും. ചിലർക്ക് ഇത് ആശ്വാസദായകമാകും, എന്നാൽ ചിലർക്ക് ഇത് ഒരു ചെറിയ കൊടുങ്കാറ്റ് പോലെ അനുഭവപ്പെടാം. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഇന്ന് ഇണയുമായി ഒരു ദീർഘമായ സംഭാഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സംഭാഷണം ആദ്യം ഒരു ചെറിയ തർക്കത്തോടെ തുടങ്ങുന്നതായി തോന്നിയേക്കാം. വാക്കുകൾ ചിലപ്പോൾ മൂർച്ചയേറിയതായി അനുഭവപ്പെടും. പക്ഷേ ആ സംഭാഷണത്തിന്റെ അവസാനം നിങ്ങൾ രണ്ടുപേരും ഒരേ ഹൃദയമിടിപ്പോടെ നിൽക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും. ശുക്രന്റെ സ്ഥാനം ഇന്ന് ആ ഒത്തൊരുമ പ്രദാനം ചെയ്യുന്നുണ്ട്. കർക്കിടകക്കാർ സ്വഭാവത്താൽ തന്നെ ആഴമേറിയ വൈകാരിക ജീവികളാണ്. അതുകൊണ്ടുതന്നെ ഇണയോടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇന്ന് കൃത്യമായി പറഞ്ഞുവെക്കാൻ ശ്രമിക്കൂ. മൗനം ഇന്ന് ഒരു ശത്രുവായി ഭവിക്കും. ദീർഘകാല ബന്ധത്തിലുള്ളവർക്ക് ഇന്ന് ഒരു വ്യത്യസ്ത അനുഭവമാണ് കാത്തിരിക്കുന്നത്. പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ചൂട്, ആ ഉത്കണ്ഠ, ആ ആകാംക്ഷ ഇന്ന് പൊടുന്നനെ വീണ്ടും ജ്വലിക്കും. ഒരു ചെറിയ ആശ്ചര്യം, ഒരു അപ്രതീക്ഷിത ദയ, ഒരു നോട്ടം, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് ബന്ധത്തെ പുതുക്കും. ഈ നിമിഷങ്ങളെ നിസ്സാരമായി കാണരുത്. ഇത് ഗ്രഹങ്ങൾ നൽകുന്ന ഒരു സൂചനയാണ്. നിങ്ങളുടെ ബന്ധം ഇനിയും കൂടുതൽ ആഴമേറിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് എന്ന്. വിവാഹ ജീവിതത്തിൽ ഇന്ന് ഒരു ദ്വന്ദ്വ ഊർജം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഗൃഹജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, ചെലവുകൾ, കുടുംബ ആവശ്യങ്ങൾ, ഇവ ഒരു ഭാരമായി അനുഭവപ്പെടാം. ജീവിത പങ്കാളിക്ക് ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമായേക്കാം. അവർ ഒരു ചെറിയ ക്ഷോഭത്തിൽ ആയിരിക്കാം. ഇത് അവരുടെ ക്ഷീണമോ ആകുലതകളോ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് എന്ന് മനസ്സിലാക്കൂ. ആ നിമിഷം ക്ഷമയോടെ, സ്നേഹത്തോടെ അഭിമുഖീകരിക്കൂ. ശനിയുടെ ദൃഷ്ടി ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗുരുഭഗവാൻ ആ ഭാരത്തെ ഒരുമിച്ച് വഹിക്കാനുള്ള ശക്തി നൽകുന്നുണ്ട്. വിവാഹ ആലോചന നടക്കുന്നവർക്ക് ഇന്ന് ഒരു ശുഭസൂചന ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ദൂരെ നിന്ന് ഒരു ബന്ധുവോ ഒരു മാധ്യസ്ഥനോ ഒരു സന്ദേശം കൊണ്ടുവരാം. ഈ സന്ദേശം ആദ്യ നോട്ടത്തിൽ ചെറുതായി തോന്നിയേക്കാം, പക്ഷേ ഇതിന്റെ ആഴം അല്പം കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കും. ധൃതിയിൽ ഒരു തീരുമാനം എടുക്കരുത്. ഇന്ന് ആലോചിക്കൂ, നാളെ ഉത്തരം പറഞ്ഞാൽ മതി. ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ്. ആ അനുകൂലത ശ്രദ്ധാപൂർവം ഉപയോഗിക്കൂ. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഒരു വൈകാരിക ഉണർവ് ഉണ്ടാകും. അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ, ഒരു സ്ത്രീ ബന്ധു, ഇവരിൽ ആരെങ്കിലുമായി ഇന്ന് ഒരു ഹൃദ്യമായ സംഭാഷണം ഉണ്ടാകും. ആ ബന്ധം ഒരുപക്ഷെ കുറെ നാളായി ദൂരത്ത് ആയിരുന്നേക്കാം. ഇന്ന് ആ ദൂരം കുറയും. ഒരു ഫോൺ വിളി, ഒരു കത്ത്, ഒരു കൂടിക്കാഴ്ച, ഏത് രൂപത്തിൽ വന്നാലും ആ ബന്ധം ഇന്ന് ഊഷ്മളമാകും. ചിലർക്ക് ഇന്ന് പഴയ ഒരു ബന്ധത്തിൽ നിന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ ഉദിക്കും. ആ ഓർമ്മ ഒരു ദുഃഖമായി വരാം, അല്ലെങ്കിൽ ഒരു ചിരിയായും വരാം. ഏതു രൂപത്തിൽ വന്നാലും ആ ഓർമ്മ ഒരു ബന്ധനമായി കൊണ്ടു നടക്കരുത്. ജ്യോതിഷ ദൃഷ്ടിയിൽ ഇന്ന് കർക്കിടകക്കാർ ഭൂതകാലത്തിൽ നിന്ന് ഒരു ഭാവവിമോചനം ആർജിക്കാൻ ഉചിതമായ ദിവസമാണ്. ഭൂതകാലം ഒരു ഗ്രന്ഥമാണ്, അത് വായിക്കാം, പക്ഷേ ആ ഗ്രന്ഥത്തിൽ ജീവിക്കരുത്. ആരോഗ്യ കാര്യങ്ങളിൽ ഇന്ന് കർക്കിടകക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്.
ചന്ദ്രൻ ഇന്ന് ഒരു പ്രത്യേക ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശരീരത്തിന്റെ ദ്രവഘടകങ്ങളെ, അതായത് ജലം, രക്തം, ദഹനജ്യൂസ് ഇവയെ നേരിട്ട് സ്വാധീനിക്കും. ഇന്ന് ജലം ധാരാളം കുടിക്കൂ. ഉഷ്ണമേറിയ ഭക്ഷണം, അമ്ലം, മസാലക്കൂട്ടുകൾ ഇവ ഒഴിവാക്കൂ. ദഹനസംബന്ധമായ ചെറിയ ശല്യങ്ങൾ ഇന്ന് ചിലർക്ക് അനുഭവപ്പെടാം. ഇന്ന് ശ്വാസകോശ സംബന്ധമായ ഏതെങ്കിലും ചെറിയ അസ്വസ്ഥത ഉള്ളവർ ഇന്ന് ആ കാര്യത്തിൽ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ചില കർക്കിടകക്കാർക്ക് ഇന്ന് ഒരു ക്ഷീണം, ഒരു ഭാരം ശരീരത്ത് അനുഭവപ്പെടും. ഇത് ഗ്രഹ ഊർജങ്ങളുടെ ഒരു ക്ഷണിക ആഘാതമാണ്. ഇന്ന് ആവശ്യത്തിന് ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കൂ. ഉറക്കം ഒരു ഔഷധമാണ്. ഇന്ന് ആ ഔഷധം ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കർക്കിടകക്കാർ സ്വഭാവത്തിൽ തന്നെ ചിന്തകളുടെ ആഴക്കടലിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ആ കടൽ ഒരൽപ്പം ഉഗ്രമാകാം. ഒരു ആശ ഇല്ലാഭാവം, ഒരു ഉദ്വേഗം, ഒരു അസ്ഥിരത ഇവ ഉണ്ടായേക്കാം. ഈ ഭാവങ്ങൾ ക്ഷണികമാണ്. ഇന്ന് ഒരു ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യൂ. ഒരു ദൈവനാമം ഉരുക്കഴിക്കൂ. ഒരു പ്രകൃതി ദൃശ്യം കണ്ടിരിക്കൂ. ഈ ലളിതമായ കാര്യങ്ങൾ ആ ഉദ്വേഗത്തെ ഒഴുക്കിക്കളയും. ഇന്ന് ഒരു ദൈനംദിന ദിനചര്യ ലംഘനം ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു ദൂരം സഞ്ചരിക്കേണ്ടി വരാം. ഒരു ആകസ്മിക കടമ ഏൽക്കേണ്ടി വരാം. ഈ സഞ്ചാരം ചെറുതാണെങ്കിലും ആ സഞ്ചാരം ഒരു പ്രധാന കണ്ണിയെ ബന്ധിപ്പിക്കും. ഒരുപക്ഷേ ഒരു ആശുപത്രി സന്ദർശനം, ഒരു ഔദ്യോഗിക കാര്യം, ഒരു ബന്ധുഗൃഹ സന്ദർശനം. ഈ ചെറിയ സഞ്ചാരം ഒരു വലിയ ഫലം കൊണ്ടുവരും. ഇതിനെ അലോസരമായി കാണരുത്. ഈ നിമിഷം ഒരുക്കിയിരിക്കുന്നത് ഗ്രഹങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരു ഉണർവ് ആവശ്യമാണ്. ഇന്ന് ഏകാഗ്രത ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ കാര്യമായി തോന്നും. ചന്ദ്രന്റെ ഭ്രമണസ്ഥാനം മനസ്സിനെ ഒരൽപ്പം ചഞ്ചലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു ചെറിയ ദൈവപ്രാർത്ഥനയോടെ, ഒരു ഗണേശ ഭജനത്തോടെ പഠനം ആരംഭിക്കൂ. ആ ആരംഭം ഊർജം നൽകും. ഒരു ദീർഘ ഇടവേളയ്ക്ക് ശേഷം ഒരു ഉൾക്കാഴ്ച, ഒരു ഗ്രഹണം. ഇന്ന് ഒരു പഠന ആശ്ചര്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വിദേശ ആഗ്രഹം ഉള്ളവർക്ക് ഇന്ന് ഒരു ആശാകിരണം ദൃശ്യമാകും. ദൂരദേശം, ഒരു പ്രൊഫഷണൽ അവസരം, ഒരു ഉദ്യോഗക്ഷണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് ഒരു ഇടനിലക്കാരൻ മുഖേന കേൾക്കും. ഇത് ഒരു ദൂരദർശനമാണ്. ഇന്ന് ആ ദൂരദർശനം ഒരു ചെറിയ ഓർമ്മിക്കൽ മാത്രമായിരിക്കും. ഒരു ആഴ്ചയ്ക്കുള്ളിൽ ആ ദൂരദർശനം ഒരു സ്ഥിരരൂപം സ്വീകരിക്കും. ക്ഷമ ആവശ്യമാണ്. ആ ക്ഷമ ഒരു ഗ്രഹദേവന്റെ ഉപദേശമാണ്. പൊടുന്നനെ ഒരു ലാഭം ഉണ്ടാകാൻ ഇന്ന് ഒരു ചെറിയ സാധ്യതയുണ്ട്. ഒരു ലോട്ടറി, ഒരു ഇൻഷുറൻസ്, ഒരു ബോണസ്, ഒരു കടം തിരിച്ചടവ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇന്ന് ഒരു അപ്രതീക്ഷിത ധനലഭ്യത ഉണ്ടാകാം. ഇത് ഒരു ഗ്രഹദാനമാണ്. ആ ദാനം ലഭ്യമായ നിമിഷം ഒരു ദൈവനന്ദി ചൊല്ലൂ. ആ നന്ദി ആ ഊർജത്തെ കൂടുതൽ ഗുണകരമാക്കും. ഇനി ഒരു പ്രപഞ്ച രഹസ്യമുണ്ട്. അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യകരം ആലേഖനം ചെയ്യുകയാണ്. ഇത് ഒരു ഇന്നത്തെ ദിനഭാഗ്യം മാത്രമല്ല. ഇത് ഒരു യുഗസന്ധ്യ ആണ്. കർക്കിടകക്കാർ ഒരു ജ്യോതിഷ ചരിത്ര തിരിവിൽ ഇന്ന് നിൽക്കുകയാണ്. ഒരു ദുർലഭ പ്രാപഞ്ചിക ഘട്ടം ആരംഭിക്കുകയാണ്. ഇന്ന് ആകാശത്ത് ഒരു അദ്ഭുതം നടക്കുന്നുണ്ട്. ഗുരു ഭഗവാൻ ഒരു പ്രത്യേക ബിന്ദുവിൽ നിൽക്കുന്ന ഈ നിമിഷം, ശനി ഒരു ദൂരദൃഷ്ടി ചൊരിയുന്ന ഈ ഘടികാരം, ചന്ദ്രൻ ഒരു നിർണായക ഭ്രമണ ബിന്ദുവിൽ ആടിയുലയുന്ന ഈ പ്രഭാതം. ഇത് ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം ഒത്തുചേരുന്ന ഒരു ആകാശ സംഗീതമാണ്. ഈ സംഗീതം കർക്കിടകക്കാർക്കായി ആണ് ഇന്ന് ഉച്ചസ്ഥായിയിൽ മുഴങ്ങുന്നത്. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരു ഗ്രഹദശയിൽ ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ജന്മകർമ്മഫലം ഒരു പൂർണ്ണവൃത്തം പൂർത്തിയാക്കും. ഈ ദിനം അത്തരം ഒരു ദിനമാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ച നല്ല കർമ്മങ്ങൾ, നൽകിയ സ്നേഹം, ഒഴിച്ചുവിട്ട ക്ഷമ, കഴിച്ചുകൂട്ടിയ ഓരോ ദുഃഖദിനം, ഇവ ഒക്കെ ഒരു ഗ്രഹഭണ്ഡാരത്തിൽ ശേഖരിക്കപ്പെട്ടിരുന്നു. ഇന്ന് ആ ഭണ്ഡാരത്തിന്റെ ഒരു ചാവി ഒരു ദൈവകരം നിങ്ങൾക്ക് നേരെ നീട്ടുന്നു. ഈ ദുർലഭ ഘട്ടം ഒരു ആത്മ ഉണർവ് കൊണ്ടുവരും. ചിലർക്ക് ഈ ഉണർവ് ഒരു സ്വപ്നത്തിലൂടെ വരും. ഒരു ആഴമേറിയ ഉറക്കത്തിൽ, ഒരു ദൈവദർശനം, ഒരു ജ്യോതിസ്, ഒരു ശബ്ദം. ഇവ ഒരു സന്ദേശം ആകുന്ന ഒരു ദൃഷ്ടി ഉണ്ടാകും. ആ സ്വപ്നത്തെ ഒരു ഭോഗചിത്രമായി തള്ളിക്കളയരുത്. ആ ദർശനം ഒരു ദൈവഭാഷ്യമാണ്, ഒരു ഉന്നത ബോധലോകത്തിൽ നിന്നുള്ള ഒരു ദൂത്. ഈ ദുർലഭ കർമ്മഘട്ടത്തിൽ ചിലരുടെ ജീവിതത്തിൽ ഒരു ആശ്ചര്യകരമായ ജ്ഞാന ഉദ്ദീപനം ഉണ്ടാകും. ദശകങ്ങളായി ഒരു ചോദ്യം നിങ്ങളെ വേട്ടയാടിയിരുന്നേക്കാം. ഒരു ജീവിത ദൗത്യം എന്ത് എന്ന ചോദ്യം, ഒരു ഉദ്ദേശ്യം എന്ത് എന്ന ദ്വന്ദ്വം. ഇന്ന് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഉദയമാകും. ഒരു ആകസ്മിക വായന, ഒരു ഗുരുവചനം, ഒരു സുഹൃത് ഭാഷണം. ഈ ചെറിയ സംഭവങ്ങൾ ഒരു വലിയ ജ്ഞാന ആലോകം ഉദ്ഘാടനം ചെയ്യും. ഈ ദുർലഭ ഗ്രഹഘട്ടത്തിൽ ഒരു സ്ഥാനമാറ്റം ഉണ്ടാകും. ഈ സ്ഥാനമാറ്റം ഭൗതിക ജീവിതത്തിൽ ഒരു ആവൃത്തിയാകുന്നതിനു മുമ്പ് ആദ്യം ആന്തരിക ജീവിതത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഒരു പഴയ ഭയം റിയെറിയപ്പെടും. ഒരു പഴയ ദുഃഖം ഭൂമിയിൽ ആഴ്ന്നിറങ്ങും. ഒരു പഴയ ബന്ധനം ഒടിഞ്ഞുവീഴും. ഈ വിമോചനം ഒരു ദേവദാനമാണ്. ഇതിനെ ഭയപ്പെടരുത്. ഈ ഉലച്ചിൽ ഒരു ഉദ്ധാരണമാണ്. ഒരിക്കൽ ഒരു യോഗ ഗ്രന്ഥത്തിൽ ഒരു ഗ്രഹഘട്ടത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഒരു ജലകുടം ഒരു ഘടിക ജ്വരത്തിൽ ഉറഞ്ഞുപോകും, പക്ഷേ